പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ നവംബർ പോലും തുടക്കത്തിലേ തെറ്റുക. നവംബർ മാസം ഞാൻ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വെച്ച് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങും ഈ കാര്യങ്ങളിലൊക്കെ വീഡിയോ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇത് വരച്ച ആളാണ്. വരച്ച ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ മാമനാണ് കേട്ടോ. മനു പത്തനാപുരം. ജന്മനാ മാമൻ്റെ ഒരു കൈ ഇത്രയും കുറച്ച് ഭാഗം ഇല്ല. അപ്പം ഞാൻ അമ്പലത്തിൽ ഇത് വരച്ച് തുടങ്ങിയപ്പോൾ ഞാനില്ലായിരുന്നു. അമ്മ ഇങ്ങനെ ഒന്ന് പറഞ്ഞു ഇങ്ങനൊരു മാമനാ വരയ്ക്കുന്നതെന്ന്. പിന്നെ ഞാൻ ചെന്നപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിലിടുന്നത്. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഇപ്പം ചെന്ന് നോക്കിയാൽ ഈ ഗണപതിയുടെ ഒരു കണ്ണിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഒരു പോറൽ പോലെ ഏതോ ഒരു വൃത്തികെട്ടവൻ പറയാതിരിക്കുന്നത് എങ്ങനെ അത് വരച്ച് മാന്തിക്കീറിയൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറേ പറഞ്ഞു. ആ മാമൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. മാമനിങ്ങനെ കുറേ സമ്മാനങ്ങളും അവാർഡുകളൊക്കെ കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കണമെങ്കിൽ ഈ മാമനെ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തേക്കാം. എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ എവിടെ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. പാവം പിടിച്ചൊരു മനുഷ്യനാണ് കേട്ടോ. സംസാരിക്കാൻ നല്ല കൂട്ടാണ്, നല്ല സംസാരിക്കും. മാമനും ഒരു മോനൊക്കെ ഉള്ളതാണ്. ഈ ചിത്രം വരച്ച് കിട്ടുന്നതിലൂടെയാണ് ചിലവൊക്കെ കഴിഞ്ഞു പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ചിരിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒന്ന് ചിരി. മതി. അപ്പോൾ ചിലരങ്ങനെയാണ് ജീവിതത്തിൽ. എന്താ പറയണ്ടേ, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ചിരിച്ച് കളിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷെ ചിലർക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ മാമനെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പാവം പിടിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.